അല്ല, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ അന്വേഷണ പരിധിയിലാണ്. അന്വേഷണത്തിന് നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ കൊടുക്കേണ്ട ടേംസ് ഓഫ് റെഫറൻസാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം വരും അതിൻ്റെ അകത്ത്. അതെല്ലാം വരുമല്ലോ, സ്വാഭാവികമായിട്ട് വരുമല്ലോ, എല്ലാം വരും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റോൾ എന്തായിരുന്നു? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് റോളായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്തോ? ഈ പറയുന്ന ഏജൻസി ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മുതലെടുപ്പ് നടത്തിയോ? തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരും, അന്വേഷണ കാര്യങ്ങൾ വരും. അത് ഞാൻ മനോരമയിൽ എന്തിനാണെന്ന് പറഞ്ഞത്, മലയാള മനോരമയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ മാതൃഭൂമി പോയിട്ടുണ്ടായിരുന്നു. ഇത് മനോരമയിൽ മാത്രമല്ലല്ലോ വാർത്ത വന്ന, എല്ലാ പത്രത്തിലും വന്നു. ഇത് നേരത്തെ ഉള്ള കാര്യമല്ലേ, നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുള്ള കാര്യമല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. അല്ല, ഞാനത് ആ പരാതി ശ്രദ്ധയിൽപ്പെട്ട് അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണെങ്കിൽ അന്വേഷിക്കപ്പെടും, സംശയമില്ല. അല്ല, എൻ്റെ മുമ്പിലൊന്നും പരാതി വന്നില്ല, പത്രത്തിൽ വന്നില്ല. അത് നമ്മുടെ ജോലിയല്ലല്ലോ. നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യമാണെങ്കിൽ മാത്രമല്ല നമ്മൾ അന്വേഷിക്കും. ഞാനിങ്ങനെ പത്രവാർത്ത കണ്ടു മാത്രമല്ല, എൻ്റെ മുമ്പിൽ പരാതിയൊന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു, എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ, ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. അത് സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു, ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3 or 4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ, അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ ആർക്കും അതറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, മെറ്റ എന്ന് പറയണം, ഭയങ്കര സംഭവമാണ്. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത്, വാർത്തയൊക്കെ വായിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇവർ ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ, ഞാൻ പറഞ്ഞിട്ട് മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണം പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എൻ്റെ പോയിട്ടുണ്ട് 3 എണ്ണം, ഇത് ഒരുപാടെണ്ണം പോയിട്ടുണ്ട്. അതായത് ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഓൺലൈൻ ആളുകൾ വെച്ച കാര്യം. ഒന്ന്, ഞാൻ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ വിഷയങ്ങളിൽ ഇടപെട്ടതിനെ അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് കൊല്ലം രൂപതയുടെ 700ാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗം പല നിങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും വെച്ചു. അത് റിമൂവ് ചെയ്തു. അത് എന്നെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു. എൻ്റെ ഇടപെടലുകളും എൻ്റെ വിശ്വാസം കൊണ്ട് വളരെ ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗം
ഓൺലൈൻ ചാനലുകൾ കൊടുത്തത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷിബു ബേബി ജോണും ഞാനും തമ്മിൽ ഒരുമിച്ച് ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ പോയത്, അത് ചില ചാനൽ കൊടുത്തത് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത് KCBC മുഖ്യമന്ത്രിക്ക് ഒരു പരോക്ഷ പിന്തുണയുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആരും രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞ് വെച്ച എൻ്റെ കൂടി ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഈ സോഷ്യൽ മീഡിയയിലെ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയുടെ എല്ലാ റിലീസും ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്, ആസാം മുഖ്യമന്ത്രി ഞങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അതെന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നാളെ എൻ്റെയും പോകില്ലേ. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യുമോ? ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമോ? മെറ്റ ചെയ്യുമോ? ചെയ്താൽ അതിന് നമുക്ക് ഇടപെടണം. നിങ്ങളും ഇടപെടണം. നിങ്ങൾ അതിൻ്റെ അകത്ത് പരാതികൾ കൊടുക്കണം. അതിൻ്റെ കൂടെ സർക്കാർ നിൽക്കും. ഒരു സംശയം ആ കാര്യത്തിലില്ല. സർക്കാർ നിൽക്കും, ആ കൂടെ നിൽക്കും, സർക്കാർ കൂടി നിൽക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ മനോരമ ന്യൂസിലെ കൊടുത്ത ഒരു പോസ്റ്റ് പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അന്ന് റിമൂവ് ചെയ്തത്. കേൾക്ക്, പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്തത്. പോലീസിനെ ഉപയോഗിച്ച് ഇപ്പോൾ ഇലക്ഷൻ പരാതി കൊടുത്ത് ഞാൻ പരാതി കൊടുത്തില്ലേ, ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുക്കില്ലേ? പരാതി കൊടുക്കും. എന്നിട്ട് അവരത് പുനഃസ്ഥാപിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ലംഘനം കൂടിയല്ലേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുത്തുന്നത്. അത് പോലീസിനെ ഉപയോഗിച്ച് അതിൻ്റെ അത് ഒന്നുമില്ല. ജോണി ലൂക്കോസുമായിട്ട് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ പോലീസിനെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ച് അന്ന് അത് പറഞ്ഞുകൊണ്ട് അവരത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ റീഇൻസ്റ്റേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. രക്തം കേൾക്കറൊന്നും മെറ്റയായിട്ടൊന്നും ഇപ്പോൾ അത് ഒരു സ്ഥലത്ത് സംസാരിച്ചിട്ടില്ല. എൻ്റെ ഓഫീസിലെ ഒരാളും ഞങ്ങളുടെ ഓഫീസിൽ പറഞ്ഞാൽ മെറ്റ നിങ്ങളുടെയൊക്കെ റിമൂവ് ചെയ്യണം, നിങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. ഞാൻ പറയില്ല, എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യം പ്ലീസ് ഞാൻ പറയുമല്ലേ മറുപടി, പ്ലീസ് ഞാൻ പറയുമല്ലേ, അങ്ങ് ചോദിച്ചതിന് ഞാൻ മറുപടി പറയല്ലേ. എൻ്റെ അടക്കമുള്ള എല്ലാം റിമൂവ് ചെയ്യാണ് മുഖ്യമന്ത്രിമാരുടെ പലരും. അത് എന്താണ് മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിലുണ്ടായിരിക്കുന്ന ചേഞ്ചാണോ എന്താണെന്ന് വ്യക്തമല്ല. അത് നിങ്ങൾ അത് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിൻ്റെ കൂടെ സർക്കാരുണ്ടാവും. സർക്കാർ വേണമെങ്കിൽ കത്തെഴുതാം. ഞാൻ വേണമെങ്കിൽ കത്തെഴുതാം മെറ്റയ്ക്ക്, കാരണം എന്നെ വിമർശിച്ച് കൊണ്ട് വരുന്ന പോസ്റ്റ് ഒന്നും റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്തെഴുതാം. ഞാൻ റെഡിയാണ്. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും മെറ്റ കൊണ്ടിട്ട് ഒരു 10 പോസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വായി മൂടി കിട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നൊരു മൂഢനാണോ ഞാൻ? നിങ്ങളെന്താ? അല്ല, അത് അങ്ങനെയല്ലേ അവർ പറയുള്ളൂ. കാരണം പോലീസിനെ ഉപയോഗിച്ച് ഞാൻ ജോണി ലൂക്കോസിന് കൊടുത്ത ഇൻ്റർവ്യൂ നിങ്ങൾ നോക്കുക, അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാകുന്നു. റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് ഈ പറയുന്നത്. റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് ഈ പറയുന്നത്. എൻ്റെ ഇൻ്റർവ്യൂ അത് അവരെന്തൊക്കെ പറയാം. ഒരു അപ്രഖ്യാപിതമായ രീതിയിലാണ്. കാരണം മെറ്റയുടെ പോളിസി ചേഞ്ച്, മെറ്റ പ്രധാനമന്ത്രിയോട് മാപ്പ് പറയുന്നുള്ള വാർത്ത നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇത് ത്രൂ ഔട്ട് ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ തെലങ്കാനയിലെ കാര്യം പറഞ്ഞത്, ഹിമാചൽ മുഖ്യമന്ത്രിയുടെ പറഞ്ഞത്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിങ്ങളിത് റിമൂവ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ അവർക്ക് പരാതിയാക്കി നമ്മളും പറയാം, നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക, സർക്കാർ അതിൻ്റെ കൂടെ നിൽക്കുക. നിങ്ങളിപ്പോൾ എനിക്കെതിരെ ഇട്ടിരിക്കുന്ന സംഭവങ്ങൾ പോലും പുനഃസ്ഥാപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത് വന്നാൽ അല്ലെങ്കിലും പറയണല്ലേ. അല്ലല്ല, പോലീസ് ഇതുമായിട്ട് യാതൊരു അല്ല അത് അവർ ചെയ്യുന്നതല്ല, അവിടെ നിന്ന് ചെയ്യുന്നതല്ല. അവരോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അവരാണ് ഇതിൻ്റെ അതോറിറ്റി, അവർക്ക് മാത്രമേ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലേ സർക്കാർ ഇടപെടാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൂടി വേണം, നിങ്ങൾ നീക്കം ചെയ്ത ആളുകൾ പരാതി കൊടുക്കണം. കാരണം നിങ്ങളാണ് അഗ്രീവ്ഡ് പാർട്ടി ഇത് നീക്കം ചെയ്ത സ്ഥാപനങ്ങളാണ്. അവർ പരാതി കൊടുക്കണം. അവർ പരാതി കൊടുത്താലേ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ അതിന് പിന്തുണ കൊടുക്കുക. എൻ്റെ ഇടയ്ക്ക് എന്നെ വിമർശിച്ചുകൊണ്ടിട്ടിരിക്കുന്ന പോസ്റ്റുകളടക്കം തിരിച്ചിടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കത്ത് കൊടുക്കുക. ഒരു പ്രശ്നമില്ല.
അതൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിൻ്റെ നയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. അല്ല, വ്യാപകമായ ശ്രമം ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ കത്തൊന്ന് വായിച്ചു നോക്കും. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. അത്രയേ ഉള്ളൂ, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്. ഫോർവേഡ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെൻറ് നയമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അവിടെ അയച്ച ഹാർത്തിരംഗയായിട്ട് ബന്ധപ്പെട്ട ആ പരിപാടിയിലിരുന്നു. സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാരിന് അതിൻ്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDFന് അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 ഇനി അധികം ദിവസമില്ലല്ലോ, അപ്പോൾ മനസ്സിലാവും.